അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ളവരെ, നമ്മുടെ ഉമ്മ ജീവനോടെ ഉള്ളപ്പോൾ ചെയ്യേണ്ട 8 കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത്. ജീവിതത്തിൽ നമ്മൾ പലരെയും സ്നേഹിക്കാറുണ്ട്. സ്നേഹത്തിൻ്റെ പല ഭാവങ്ങൾ നമ്മൾ അനുഭവിക്കാറുമുണ്ട്. എന്നാൽ ഒരൊറ്റ നിമിഷം കണ്ണുകളടച്ച് നമ്മുടെ ഹൃദയത്തിൻ്റെ ഏറ്റവും ആഴങ്ങളിൽ നിന്ന് ഒരു ചോദ്യം സ്വയം ചോദിച്ചു നോക്കൂ. ഈ ദുനിയാവിൽ മനുഷ്യരുടെ കൂട്ടത്തിൽ എൻ്റെ ഹൃദയത്തിൽ ഏറ്റവും വലിയ സ്ഥാനമുള്ളത് ആർക്കാണ്? ഒരു സംശയവുമില്ലാതെ ഏതൊരു മനുഷ്യൻ്റെയും നാവിൽ നിന്നും ഹൃദയത്തിൽ നിന്നും ആദ്യം വരുന്ന ഒരൊറ്റ വാക്കേ ഉള്ളൂ, അത് ഉമ്മ എന്നാണ്. നമ്മൾ ഈ ഭൂമിയിലേക്ക് ജനിച്ചു വീണ ആ നിമിഷം വേദന കൊണ്ട് പിടയുമ്പോഴും മകൻ്റെയോ അല്ലെങ്കിൽ മകളുടെയോ മുഖം കണ്ട് ആദ്യമായി പുഞ്ചിരിച്ച മുഖം നമ്മുടെ ഉമ്മയുടേതാണ്. നമ്മൾ കരഞ്ഞപ്പോൾ ഒപ്പം കരഞ്ഞത് ഉമ്മയാണ്. നമുക്ക് വിശന്നപ്പോൾ സ്വന്തം വയറ് വിശന്നിരുന്നിട്ടും അമൃതുപോലെയുള്ള മുലപ്പാലും ഭക്ഷണവും തന്നത് ഉമ്മയാണ്. നമ്മൾ രോഗിയായി ഒരു രാത്രി പനിച്ചു വിറച്ച് കിടന്നപ്പോൾ ദുനിയാവിലെ സർവ്വസുഖങ്ങളും ഉറക്കവും മാറ്റിവെച്ച് ആ പനിക്കുന്ന നെറ്റിയിൽ നനഞ്ഞ തുണിയിട്ട് പുലരുവോളം കണ്ണു തുറന്നിരുന്നിട്ടുള്ളത് നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മയാണ്. പക്ഷേ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ വളരെ ദുഃഖകരമായൊരു സത്യമുണ്ട്. നമ്മിൽ പലർക്കും ഉമ്മയുടെ വില, അവരുടെ സ്നേഹത്തിൻ്റെ ആഴം മനസ്സിലാകുന്നത് എപ്പോഴാണെന്നറിയാമോ? ആ ഉമ്മ ഈ ദുനിയാവിലെ എല്ലാ കടമകളും തീർത്ത് അള്ളാഹുവിലേക്ക് യാത്രയായി ആ തണുത്ത ഖബറിന് മുന്നിൽ 2 തുള്ളി കണ്ണുനീരുമായി നിൽക്കുമ്പോഴാണ്. അന്ന് നമ്മൾ ചിന്തിക്കും, എൻ്റെ ഉമ്മ ജീവിച്ചിരുന്നപ്പോൾ എനിക്ക് കുറച്ചുകൂടി സ്നേഹം അവർക്ക് നൽകാമായിരുന്നു എന്ന്. പക്ഷേ അന്ന് കരഞ്ഞിട്ടൊരു കാര്യവുമില്ല. അതുകൊണ്ട് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് വളരെ ഗൗരവമുള്ള, നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കേണ്ട ഒരു വിഷയത്തെക്കുറിച്ചാണ്. നമ്മുടെ ഉമ്മ ജീവനോടെ ഉള്ളപ്പോൾ നമ്മൾ നിർബന്ധമായും ചെയ്യേണ്ട പ്രധാനപ്പെട്ട 8 കാര്യങ്ങൾ. ഒന്നാമത്തെ കാര്യം, ഉമ്മയുടെ കൂടെ സമയം ചിലവഴിക്കുക എന്നതാണ്. പ്രിയമുള്ളവരെ, ഇന്ന് നമുക്ക് എല്ലാ കാര്യങ്ങൾക്കും സമയമുണ്ട്. ഇൻസ്റ്റഗ്രാമിൽ റീൽസ് കാണാൻ, ഫേസ്ബുക്കിൽ സ്ക്രോള് ചെയ്യാൻ, അതുപോലെ തന്നെ സുഹൃത്തുക്കളുടെ കൂടെ മണിക്കൂറുകളോളം കവലകളിൽ പോയി സമയം ചെലവഴിക്കാൻ, ഓഫീസിലെ തിരക്കുകൾക്കും അതുപോലെ ബിസിനസ് തിരക്കുകൾക്കുമൊക്കെ ഒരുപാട് സമയമുണ്ട്. പക്ഷേ നമ്മെ കാത്ത് വീട്ടിലിരിക്കുന്ന ഉമ്മയുടെ കൂടെ ഇരുന്ന് 5 മിനിറ്റ് സംസാരിക്കാൻ ചോദിച്ചാൽ നമ്മൾ പറയും, എനിക്ക് ഭയങ്കര തിരക്കാണ് ഉമ്മ എന്ന്. പ്രിയമുള്ളവരെ, ഒരു ദിവസം വരും, അന്ന് ഈ ഉമ്മ ലോകത്ത് ഇല്ലാതാകും. അന്ന് ആ വീട്ടിലെ ഉമ്മ ഇരുന്നിരുന്ന കസേരയിലേക്ക് നോക്കി ആ 5 മിനിറ്റൊന്ന് സംസാരിക്കാൻ വേണ്ടി, ആ ശബ്ദമൊന്ന് കേൾക്കാൻ വേണ്ടി നമ്മൾ പൊട്ടിക്കരയും. പക്ഷേ അന്ന് ആ സമയം നമുക്ക് തിരിച്ചു കിട്ടില്ല. അതുകൊണ്ട് ഇപ്പോൾ നിങ്ങളുടെ ഉമ്മ സംസാരിക്കുമ്പോൾ ദയവ് ചെയ്ത് ആ മൊബൈൽ ഫോണൊന്ന് മാറ്റിവെക്കുക. ഉമ്മയുടെ മുഖത്തേക്ക് നോക്കി, ആ ചുളിവ് വീണ കണ്ണുകളിലേക്ക് നോക്കി പുഞ്ചിരിയോടുകൂടെ സംസാരിക്കുക. കാരണം മക്കളുടെ പണമോ പ്രശസ്തിയോ അല്ല ഉമ്മാക്ക് വേണ്ടത്, മക്കളുടെ സാന്നിധ്യമാണ്. അതാണ് അവർക്ക് ഈ ദുനിയാവിൽ ഏറ്റവും വലിയ സന്തോഷം. ഇനി രണ്ടാമത്തെ കാര്യം, ഉമ്മയുടെ പ്രാർത്ഥന നേടിയെടുക്കുക എന്നതാണ്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചൊരു മനോഹരമായ കാര്യമുണ്ട്. ഈ ലോകത്ത് ഏറ്റവും വേഗത്തിൽ അള്ളാഹുവിലേക്ക് ഉയരുന്ന, ഒരിക്കലും തടുക്കപ്പെടാത്ത പ്രാർത്ഥനകളിൽ ഒന്നാണ് മക്കൾക്ക് വേണ്ടി മാതാപിതാക്കളുടെ പ്രാർത്ഥന. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെടുമ്പോൾ ഉമ്മയുടെ മനസ്സ് നിറഞ്ഞ് ആ 2 കൈകളും ആകാശത്തേക്ക് ഉയർത്തി, അല്ലാഹുവേ, എൻ്റെ മകനെ നീ വിജയിപ്പിക്കണേ, എൻ്റെ മക്കൾക്ക് നീ ബർക്കത്ത് നൽകണേ എന്ന് പ്രാർത്ഥിച്ചാൽ ഉറപ്പിച്ചോളൂ, നിങ്ങളെ തകർക്കാൻ ദുനിയാവിൽ ഒരു ശക്തിക്കും കഴിയില്ല എന്ന്. ഇന്ന് പല ആളുകളും പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്, എനിക്ക് നല്ല ശമ്പളമുണ്ട്, ലക്ഷക്കണക്കിന് പണമുണ്ട്, വലിയ വീടുണ്ട്, പക്ഷേ ജീവിതത്തിലൊരു സമാധാനവും ബർക്കത്തുമില്ല എന്ന്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? നമ്മൾ അറിയാതെ എപ്പോഴെങ്കിലും നമ്മുടെ ഉമ്മയുടെ മനസ്സ് വേദനിപ്പിച്ചിട്ടുണ്ടാകും, ഉമ്മയുടെ ഹൃദയത്തിൽ ഒരു പ്രയാസമുണ്ടാക്കിയിട്ടുണ്ടാകും. മാതാപിതാക്കളെ പിണക്കിക്കൊണ്ട് നമുക്കൊരു വിജയവും നേടാനാവില്ല. അതുകൊണ്ട് ഉമ്മയെ എപ്പോഴും സന്തോഷിപ്പിക്കുകയും അവരുടെ ഹൃദയത്തിൽ നിന്നുള്ള പ്രാർത്ഥന നേടിയെടുക്കുകയും ചെയ്യുക എന്നതാണ്. ഇനി മൂന്നാമത്തെ കാര്യം, ഉമ്മയെ ഒരിക്കലും വാക്കുകൾ കൊണ്ടുപോലും വേദനിപ്പിക്കരുത്. പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു നമ്മെ പഠിപ്പിക്കുന്ന ഒരു മനോഹരമായ ഒരു മര്യാദയുണ്ട്. മാതാപിതാക്കളോട് സംസാരിക്കുമ്പോൾ ഛേ എന്ന് പോലും സംസാരിക്കരുത് എന്ന്. ഒരു ചെറിയ ദേഷ്യപ്രകടനം പോലും അവരുടെ മുന്നിൽ പാടില്ല. അത്ര വലിയ സ്ഥാനമാണ് ഇസ്ലാം ഉമ്മാക്ക് നൽകിയിരിക്കുന്നത്. എന്നാൽ ഇന്ന് നമ്മുടെ വീടുകളിൽ എന്താണ് നടക്കുന്നത്? പല മക്കളും ഉമ്മമാരോട് ശബ്ദമുയർത്തി സംസാരിക്കുന്നു. ഉമ്മ എന്തെങ്കിലും ഒരു കാര്യം ചോദിച്ചാൽ അലോസരപ്പെടുത്തുന്നു,
തിരിച്ചു മറുപടി പറയുന്നു, അല്ലെങ്കിൽ അവരെ പൂർണ്ണമായും അവഗണിക്കുകയും ചെയ്യുന്നു. പ്രിയമുള്ളവരെ, നിങ്ങളുടെ ഒരു വാക്ക് കാരണം ആ ഉമ്മയുടെ കണ്ണിൽ നിന്നൊരു തുള്ളി കണ്ണുനീര് വീണാൽ നിങ്ങളുടെ ഈ ദുനിയാവിലെ സമാധാനവും പരലോകത്തെ സ്വർഗവും ഇല്ലാതാകാൻ ആ തുള്ളി കണ്ണുനീരിന് കഴിയും. ഉമ്മാക്ക് പ്രായമാകുമ്പോൾ അവർ ചിലപ്പോൾ കുട്ടികളെ പോലെ പെരുമാറിയേക്കാം. ഒരേ കാര്യം പലവട്ടം ചോദിച്ചേക്കാം. അവർക്ക് തെറ്റുകൾ പറ്റിയാൽ പോലും വളരെ ക്ഷമയോടെ സ്നേഹത്തോടെ മാത്രം അവരോട് സംസാരിക്കുക. ഇനി നാലാമത്തെ കാര്യം, ഉമ്മയെ വീട്ടുജോലികളിൽ സഹായിക്കുക എന്നതാണ്. നമ്മിൽ പലരുടെയും വിചാരം ഉമ്മ എന്ന് പറഞ്ഞാൽ 24 മണിക്കൂറും പണിയെടുക്കേണ്ട ഒരു മെഷീനാണെന്നാണ്. രാവിലെ എല്ലാവർക്കും മുൻപ് ഉണരണം, ചായ ഉണ്ടാക്കണം, വീട് വൃത്തിയാക്കണം, വസ്ത്രങ്ങൾ കഴുകണം, ഉച്ചക്കും രാത്രിയും ഭക്ഷണം പാകം ചെയ്യണം. ഇങ്ങനെ വിശ്രമമില്ലാതെ ജോലി ചെയ്യുകയാണ് ഉമ്മമാർ. ശരീരം വേദനിച്ചാലും ക്ഷീണം വന്നാലും അതൊന്നും പുറത്ത് കാണിക്കാതെ എൻ്റെ മക്കൾ വിശന്നിരിക്കരുത്, അവർ സന്തോഷമായിരിക്കണം എന്ന് മാത്രമാണ് ആ പാവം സ്ത്രീ ചിന്തിക്കുന്നത്. നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ആ ഉമ്മയെ ഒന്ന് സഹായിക്കണമെന്ന്? എല്ലാ ദിവസവും പറ്റിയില്ലെങ്കിലും ആഴ്ചയിലൊരിക്കലെങ്കിലും ഉമ്മയുടെ കൂടെ അടുക്കളയിൽ നിൽക്കാൻ ശ്രമിക്കുക. ഒരു ഗ്ലാസ് വെള്ളമെടുത്തു കൊടുക്കൂ, അല്ലെങ്കിൽ ഒരു ചെറിയ ജോലിയിൽ ആ ഉമ്മയെ ഒന്ന് സഹായിച്ചു നോക്കൂ. മക്കൾ തങ്ങളെ സഹായിക്കുന്നത് കാണുമ്പോൾ ആ വിയർപ്പു തുള്ളികൾക്കിടയിലും ഉമ്മയുടെ മുഖത്ത് വിരിയുന്ന ഒരു പുഞ്ചിരിയുണ്ട്. അത് കാണാൻ എത്ര മനോഹരമായിരിക്കും. ഇനി അഞ്ചാമത്തെ കാര്യം, ഉമ്മയോട് സ്നേഹം തുറന്ന് പ്രകടിപ്പിക്കുക എന്നതാണ്. നമ്മുടെ ഉള്ളിൽ ഉമ്മയോട് വലിയ സ്നേഹമുണ്ടാകും, പക്ഷേ അത് പുറത്തു പറയാൻ വലിയ മടിയാണ്, നാണക്കേടാണ്. എന്നാൽ ഇന്ന് ഞാൻ നിങ്ങളോട് പറയുകയാണ്, നിങ്ങൾ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞ ഉടനെ ഉമ്മയുടെ അരികിലേക്ക് ചെല്ലുക, അവരുടെ കൈകൾ ചേർത്ത് പിടിക്കുക, എന്നിട്ട് പറയുക, ഉമ്മ, ഞാൻ നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് എന്ന്. ഈ ഒരൊറ്റ വാക്ക് കേൾക്കാൻ എത്രയോ ഉമ്മമാർ ആഗ്രഹിക്കുന്നുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? ആ വാക്ക് കേൾക്കുമ്പോൾ അവരുടെ ഹൃദയം നിറയും. ഒരു ചെറിയ പുഞ്ചിരി, നെറ്റിയിൽ നൽകുന്ന ഒരു ചെറിയ ചുംബനം, ഒരു സ്നേഹപ്രകടനം, ഇവയൊക്കെയാണ് ഉമ്മമാരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആനന്ദം. സ്നേഹം ഉള്ളിൽ വെക്കാനുള്ളതല്ല, അത് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അവരോട് പറഞ്ഞു കൊടുക്കണം. ഇനി ആറാമത്തെ കാര്യം, ഉമ്മാക്ക് വേണ്ടി എപ്പോഴും പ്രാർത്ഥിക്കുക എന്നതാണ്. ജീവിച്ചിരിക്കുമ്പോഴും അവർ മരിച്ച ശേഷവും മക്കൾ അവർക്ക് നൽകേണ്ട ഏറ്റവും വലിയ സമ്മാനം പ്രാർത്ഥനയാണ്. നമ്മൾ 5 വക്ത് നിസ്കരിച്ചു കഴിഞ്ഞാൽ കൈകൾ ഉയർത്തുമ്പോൾ നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന അതൊരിക്കലും മറക്കാൻ പാടില്ല. ഖുർആൻ നമ്മെ പഠിപ്പിച്ചൊരു മനോഹരമായ പ്രാർത്ഥനയുണ്ട്, അതെപ്പോഴും നമ്മുടെ നാവിലുണ്ടായിരിക്കണം. റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ. എൻ്റെ രക്ഷിതാവേ, ഞാൻ ചെറിയ കുഞ്ഞായിരുന്നപ്പോൾ എൻ്റെ ഉമ്മ എത്രത്തോളം കാരുണ്യത്തോടെയാണോ വളർത്തിയത്, അതുപോലെ എൻ്റെ മാതാപിതാക്കൾക്ക് നീയും കാരുണ്യം നൽകണമേ അല്ലാഹ്. ഈ പ്രാർത്ഥന വെറുതെ നാവ് കൊണ്ട് പറയാനുള്ളതല്ല, ഹൃദയത്തിൻ്റെ ഉള്ളിൽ തട്ടി കണ്ണുനീരോടെ അള്ളാഹുവിനോട് ദുആയിരക്കണം. ഇനി ഏഴാമത്തെ കാര്യം, ഉമ്മയുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും മനസ്സിലാക്കുക എന്നതാണ്. ഒരു ഉമ്മക്കും മക്കളെക്കുറിച്ച് വലിയ ആഗ്രഹങ്ങൾ ഉണ്ടാവുകയില്ല. മകൻ തനിക്ക് വലിയ കൊട്ടാരം കെട്ടിത്തരണമെന്നോ ലക്ഷങ്ങളുടെ കാറ് വാങ്ങിത്തരണമെന്നോ ഒരു ഉമ്മയും ആഗ്രഹിക്കുന്നില്ല. അവരുടെ ഒരേ ഒരു സ്വപ്നം, എൻ്റെ മക്കൾ നല്ല നിലയിൽ ജീവിക്കണം, അവർ നല്ല സ്വഭാവമുള്ളവരാകണം, ഇതുമാത്രമാണ്. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതം നന്നാക്കുക, കൃത്യമായി നിസ്കാരം നിലനിർത്തുക, മോശം കൂട്ടുകെട്ടുകളിൽ നിന്നും മോശം ശീലങ്ങളിൽ നിന്നും മാറി നിൽക്കുക, സമൂഹത്തിൽ നല്ലൊരു സ്വഭാവത്തിന് ഉടമയാവുക. ആളുകൾ നിങ്ങളെക്കുറിച്ച് നല്ലത് പറയുന്നത് കേൾക്കുമ്പോൾ ആ ഉമ്മയുടെ ഹൃദയം സന്തോഷം കൊണ്ട് വികസിക്കും. മക്കളുടെ നല്ല ജീവിതം തന്നെയാണ് ഒരു ഉമ്മാക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും നല്ല സമ്മാനം. ഇനി എട്ടാമത്തെ കാര്യം, ഉമ്മയോടൊപ്പം നല്ല ഓർമ്മകൾ സമ്മാനിക്കുക എന്നതാണ്. പ്രിയമുള്ളവരെ, സമയം വളരെ വേഗത്തിലാണ് കടന്നു പോകുന്നത്. നാളെ ഒരു പക്ഷേ നമ്മുടെ കയ്യിൽ ഓർമ്മകൾ മാത്രമേ ബാക്കിയുണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് ഉമ്മയോടൊപ്പം നല്ല ഓർമ്മകൾ ഉണ്ടാക്കിയെടുക്കുക. ഉമ്മയെയും കൂട്ടി ചെറിയ യാത്രകൾ പോകുക, അവർക്കിഷ്ടമുള്ള ഭക്ഷണം ഒരുമിച്ചിരുന്ന് കഴിക്കുക, അവരുടെ കൂടെ ഇരുന്ന് ഫോട്ടോകൾ എടുക്കുക. കാരണം ഒരു ദിവസം വരാനുണ്ട്, അന്ന് ഈ ഫോട്ടോകൾ മാത്രമായിരിക്കും നമ്മുടെ കയ്യിലുണ്ടായിരിക്കുക. അന്ന് ആ ചിത്രങ്ങളിലേക്ക് നോക്കി നമ്മൾ പൊട്ടിക്കരയും. അന്ന് കുറച്ച് സമയം കൂടെ എനിക്കെൻ്റെ ഉമ്മയോടൊപ്പം ചിലവഴിക്കാമായിരുന്നു എന്ന് ചിന്തിക്കും. ആ ഒരു സങ്കടം പിന്നീട് ജീവിതകാലം മുഴുവനും നമ്മെ വേട്ടയാടാതിരിക്കാൻ ഇന്ന് തന്നെ നല്ല ഓർമ്മകൾ സൃഷ്ടിക്കൂ. പ്രിയമുള്ളവരെ, ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരോടുമായി എനിക്കൊരു ചെറിയ കാര്യം പറയാനുണ്ട്.
നിങ്ങളുടെ ഉമ്മ ഇപ്പോൾ ജീവനോടെ ഉണ്ടെങ്കിൽ ഈ വീഡിയോ കണ്ടു തീർന്ന ഉടനെ നിങ്ങൾ എവിടെയാണെങ്കിലും ശരി, വീട്ടിലാണെങ്കിൽ ഓടിച്ചെന്ന് ഉമ്മയുടെ ആ കൈകൾ ചേർത്ത് പിടിക്കുക, ഉമ്മയുടെ അരികിലിരിക്കുക. ദൂരെയാണെങ്കിൽ ഫോണെടുത്ത് ഉമ്മയെ വിളിക്കുക. എന്നിട്ട് ഒരു ചെറിയ ചിരിയോടെ പറയുക, ഉമ്മ, അള്ളാഹു എനിക്ക് തന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് ഉമ്മ നിങ്ങളെന്ന്. കാരണം ഓർക്കുക, നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഒരൊറ്റ ദിവസം വരാനുണ്ട്. അന്ന് എത്ര ഉച്ചത്തിൽ വിളിച്ചാലും, ഉമ്മ എന്നാർത്ത് വിളിച്ചാലും വിളി കേൾക്കാൻ ദുനിയാവിൽ ഒരാളും ഉണ്ടാവുകയില്ല. അന്ന് നമ്മൾ അനുഭവിക്കുന്ന വേദന ഈ ലോകത്തിൽ ഏറ്റവും വലിയ വേദനയായിരിക്കും. ഉമ്മയുള്ളപ്പോൾ അവരെ സ്നേഹിക്കുക, ബഹുമാനിക്കുക, അവരെ നോക്കുക. അള്ളാഹു നമ്മുടെ മാതാപിതാക്കൾക്ക് പൂർണ്ണമായ ആരോഗ്യവും ദീർഘായുസ്സും പ്രദാനം ചെയ്യട്ടെ. അള്ളാഹു നമ്മുടെ ഉമ്മമാർക്ക് എല്ലാവിധത്തിലുള്ള കാവലുകളും നൽകട്ടെ. ഇനി നമ്മെ വിട്ടുപിരിഞ്ഞു പോയ ഉമ്മമാരുണ്ടെങ്കിൽ അള്ളാഹു അവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകി നാളെ സ്വർഗീയ ലോകത്ത് പ്രിയപ്പെട്ട മാതാപിതാക്കളോട് ഒരുമിച്ച് കൂടാനുള്ള തൗഫീഖ് അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.